സുധിയുടെ പണം തട്ടിയെടുത്തത് നീലിമയാണെന്ന് ദേവുവിൽ നിന്നും അറിയുന്ന സച്ചി നീലിമയുടെ വീട്ടിലെത്തുകയും നീലിമയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. തുടർന്ന് സുധിയുടെ അനിയനാണ് സച്ചി എന്നറിയുന്ന നീലിമ ഞെട്ടിപ്പോകുന്നു. ശേഷം സുധിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തെപ്പറ്റി സച്ചി നീലിമയോട് ചോദിക്കുകയും ആ പണം തിരികെ തരാതെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് തറപ്പിച്ച് പറയുകയും ചെയ്യുന്നതോടെ 50 ലക്ഷവും അതിൻ്റെ പലിശയും ഞാൻ സുധിക്ക് തിരികെ കൊടുത്തുവെന്ന് നീലിമ സച്ചിനെ അറിയിക്കുന്നു. തുടർന്ന് ഞാൻ പണം തിരികെ കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ തെളിവുണ്ടെന്നും അതിന് സാക്ഷിയായി നീയാണ് ഒപ്പിട്ടതെന്ന് നീലിമ പറയുന്നതോടെ സച്ചി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് നിന്റെ ഏട്ടനേക്കാൾ അപകടകാരി അവൻ്റെ ഭാര്യയാണെന്ന് നീലിമ പറയുമ്പോൾ ഇന്ന് ഞാൻ രണ്ടുപേരെയും വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ചിരിക്കുമെന്നും തെളിവിനായി മേഡം എൻ്റെ ഒപ്പം വീട് വരെ വരണമെന്നും സച്ചി പറയുന്നു. തുടർന്ന് നീലിമ അതിന് സമ്മതിക്കുന്നു. പിന്നീട് 30 ലക്ഷം നശിപ്പിച്ച് കളഞ്ഞിട്ടും സുധീനെ ശ്രുതിനെ വീണ്ടും പുകഴ്ത്തി സംസാരിക്കുന്ന ചന്ദ്രമതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുകയും ഇപ്പോഴിതൊരു കോടതി മുറിയാണെന്നും ഇവിടെ ഒരു വിചാരണ നടക്കാൻ പോവുകയാണെന്നും ജഡ്ജി അമ്മയാണെന്നും അമ്മ തന്നെ വിധി പറയണമെന്നും സച്ചി പറയുന്നു. തുടർന്ന് നീലിമ പണം തിരികെ കൊടുത്തതിനെപ്പറ്റി സച്ചി പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ശേഷം പാർലറേട്ടത്തിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന് സച്ചി പറയുന്നതോടെ ശ്രുതിയും സുധിയും അത് നിഷേധിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.